വേഗത്തിൽ ഒരു വാക്യം നമുക്കൊന്ന് വായിക്കാം. 34-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 15-ാമത്തെ വേദവാക്യം നമുക്ക് വായിക്കാം. 34-ാം സങ്കീർത്തനം അതിൻ്റെ 15-ാമത്തെ വാക്യം. യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവൻ്റെ ചെവി അവരുടെ നിലവിളിക്കും എന്ത് ചെയ്തിരിക്കുന്നു? തുറന്നിരിക്കുന്നു. ഹല്ലേലൂയ. വളരെ ശക്തമായ, വളരെ ആഴമായ ഒരു തിരുവചനമാണ് നമ്മൾ ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്ക് വേണ്ടി എടുത്തിട്ടുള്ളത്. യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവൻ്റെ ചെവി അവരുടെ നിലവിളിക്കും എന്ത് ചെയ്തിരിക്കുന്നു? തുറന്നിരിക്കുന്നു. സ്തോത്രം. കർത്താവിന് നമ്മെ കാണാൻ കഴിവുള്ള ഒരു കണ്ണുണ്ട്. എത്ര പേർക്ക് സ്തോത്രം പറയാൻ പറ്റും? നമ്മെ കാണുന്ന ഒരു കണ്ണുണ്ട്, നമ്മെ കേൾക്കുന്ന ഒരു ചെവിയുണ്ട്. ആമേൻ. ഒരു കണ്ണ് പൊട്ടനായ ദൈവത്തെ അല്ല നമ്മൾ സേവിക്കുന്നത്. ശാന്തമായി നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. കാണാൻ കഴിയാത്ത ഒരു ദൈവത്തെ അല്ല നമ്മൾ സേവിക്കുന്നത്. കേൾക്കാൻ കഴിയാത്ത ഒരു ദൈവത്തെ അല്ല നമ്മൾ സേവിക്കുന്നത്. കാണാൻ കഴിവുള്ള, കേൾക്കാൻ ചെവിയുള്ള, അവൻ ജീവനുള്ള ഒരു ദൈവത്തെയാണ് ഇന്ന് പകൽ നമ്മൾ ആരാധിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഞാനിന്ന് രാവിലെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ 66-ാം സങ്കീർത്തനം അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ ഒരു വാക്യമുണ്ട്. 66-ാം സങ്കീർത്തനം അതിൻ്റെ 7-ാമത്തെ വാക്യം. അവൻ തന്റെ ശക്തിയാൽ എന്നേക്കും വാഴുന്നു, അവന്റെ കണ്ണ് ജാതികളെ നോക്കുന്നു. അവന്റെ കണ്ണ് ജാതികളെ എന്ത് ചെയ്യുന്നു? നോക്കുന്നു. അപ്പൊ നമ്മെ മാത്രമല്ല ദൈവം നോക്കുന്നത്, ജാതികളെയും ദൈവം എന്ത് ചെയ്യുന്നു? നോക്കുന്നു. അപ്പോ നീതിമാന്മാരെയും അഭക്തനെയും ദൈവം എന്ത് ചെയ്യുന്നുണ്ട്? നോക്കുന്നുണ്ട്. അപ്പൊ എന്റെ വിഷയം മാത്രമല്ല ദൈവം നോക്കുന്നത്, രക്ഷിക്കപ്പെട്ടവന്റെ കാര്യം മാത്രമല്ല ദൈവം നോക്കുന്നത്, നീതിമാന്റെ കാര്യം മാത്രമല്ല ദൈവം നോക്കുന്നത്, സകല ജാതികളെയും സകല വംശങ്ങളെയും ദൈവം നോക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇനി ഈ ദൈവം ഞാൻ നോക്കുന്നതും നിങ്ങൾ നോക്കുന്നത് പോലെ അല്ല നമ്മുടെ ദൈവം നോക്കുന്നത്. ദൈവത്തിൻ്റെ നോട്ടത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ് അവൻ്റെ നോട്ടത്തിൻ്റെ പ്രത്യേകത? ദൈവത്തിൻ്റെ വചനം പറയുന്നു, സ്വർഗം പോലും തൃക്കണ്ണിൽ എന്തല്ല. അതാണ് കർത്താവിൻ്റെ നോട്ടത്തിൻ്റെ പ്രത്യേകത. സ്വർഗം പോലും തൃക്കണ്ണിൽ എന്തല്ല? നിർമ്മലമല്ല. നമ്മളെല്ലാം സ്വർഗത്ത് പോകാനായിരിക്കുന്നേ. നമ്മളെല്ലാം സ്വർഗത്ത് കൊണ്ടുപോകാനാ കർത്താവ് ക്രൂശിൽ മരിച്ചതും. പക്ഷെ നാം ചെന്നെത്താൻ പോകുന്ന സ്വർഗം പോലും തൃക്കണ്ണിൽ എന്തല്ല. അപ്പൊ അത്രയ്ക്ക് നമ്മൾ വലിയ പാവനവും പവിത്രവും എന്നൊക്കെ പറയുന്ന സ്വർഗം പോലും തമ്പുരാന്റെ മുമ്പിൽ എന്തായി വരുന്നില്ല. അപ്പൊ ആ കണ്ണിന്റെ പ്രത്യേകത എന്താ? നമ്മൾ ഭയങ്കര കാര്യമായിട്ട് പറയുന്ന സ്വർഗം പോലും തൃക്കണ്ണിൽ നിർമ്മലമല്ല എന്ന് എഴുതിയിരിക്കുമ്പോൾ എത്ര മാത്രം ശക്തമാണ് ദൈവത്തിന്റെ കണ്ണെന്ന് പറയുന്നത്. 2, പത്മോസിന്റെ ദ്വീപിൽ കർത്താവ് യോഹന്നാൻ അപ്പോസ്തലന് വെളിപ്പെട്ട് വരുമ്പോൾ ആ കണ്ണ് എന്താണെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. അവിടെ പറയുന്നത്, ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു രൂപം ഞാൻ കണ്ടു. എന്തായിരുന്നു ആ രൂപം? അവന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെയും ഹിമത്തോളം വെണ്മയും കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്തതും. അവന്റെ കണ്ണെന്തായിരുന്നു? അഗ്നിജ്വാലയ്ക്കൊത്തതും. ഇതാണ് വിഷയം. കർത്താവിന്റെ കണ്ണ് അഗ്നിജ്വാലക്കൊത്തതാണ്. അവന്റെ കണ്ണുകൾ കൊണ്ട് അവൻ നോക്കിയത് അഗ്നിജ്വാലക്ക് ഒത്ത കണ്ണുകളാണ്. ഏതിനെയും തുളച്ച് ചെല്ലുവാൻ കഴിയുന്ന, ഏതിനെയും ആഴത്തിൽ നോക്കി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കണ്ണ് ദൈവത്തിനുണ്ട്. ഒരു സ്തോത്രം പറയാമോ? അവന്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയും. എബ്രായ ലേഖനം വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് എടുപ്പിക്കുന്നില്ല. എബ്രായ ലേഖനം പറഞ്ഞത് സകലവും അവന്റെ മുമ്പിൽ എല്ലാവരും പറ, നഗ്നവും മലർന്നുമായി കിടക്കുന്നു. മറച്ചു വെക്കുന്ന, ഒളിച്ചു വെക്കുന്ന, കാണാൻ കഴിയാത്ത ഒരു കാര്യവും ദൈവത്തിന്റെ കണ്ണുകൾക്കില്ല. അവന്റെ കണ്ണിന്റെ മുമ്പിൽ ഒന്നും മറവില്ല. സകലവും നഗ്നവും മലർന്നുമായി അവൻ തമ്പുരാന്റെ കണ്ണുകൾക്കെല്ലാം കാണാൻ കഴിയും.
എല്ലാം ദർശിക്കാൻ കഴിയും, എല്ലാം വീക്ഷിക്കാൻ കഴിയും. അപ്പൊ നിങ്ങൾ വിചാരിക്കും, എന്തിനാ ദൈവത്തിന്റെ കണ്ണിനെ കുറിച്ച് പാസ്റ്റർ ഇങ്ങനെയൊക്കെ വിളിച്ചു പറയുന്നത്? ഒരു ദൂത് നിങ്ങളോട് പറയാനാണ്. ഇത്രയും പവിത്രമായ പാവനമായ ഒന്നും കണ്ണിന് മറവല്ല എങ്കിൽ നിന്റെ ഹൃദയത്തിന്റെ ഞരക്കത്തെ കാണാൻ കഴിവുള്ള ഒരു സ്വർഗത്തിലെ ദൈവത്തെയാണ് ഇന്ന് പ്രഭാതത്തിൽ ഞാനും നിങ്ങളും ആരാധിക്കുന്നത്. വിശ്വസിക്കുന്ന ദൈവജന കരം തട്ടി ദൈവത്തെ ആരാധിക്കാമോ? എന്നെ കാണുന്നൊരു ദൈവമുണ്ട്, എന്നെ അറിയുന്നൊരു ദൈവമുണ്ട്, എന്റെ നിലവുകൾ അറിയുന്നൊരു ദൈവമുണ്ട്. Praise the Lord. ശരീരത്തിൽ ഏറ്റവും മൈന്യൂട്ടായ അവൻ നാഡി ഞരമ്പുകൾ വരെ അവൻ കാണാൻ കഴിവുണ്ട്. Praise God. Hallelujah. അവൻ പലതും 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 നഗ്നനേത്രങ്ങൾ കൊണ്ട് മനുഷ്യന് കാണാൻ കഴിയത്തില്ല, അല്ലേ? പല കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയത്തില്ല. അവൻ സ്തോത്രം. നമ്മുടെ ശരീരത്തിൽ കൂടിയുള്ള പല കാര്യങ്ങളും കാണുവാൻ കഴിയണമെങ്കിൽ നമ്മുടെ ഈ രണ്ട് കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയത്തില്ല. വലിയ കൂടിയ ലെൻസുകൾ വെക്കണം, അല്ലേ? കൂടിയ ലെൻസുകൾ വെച്ച് മാത്രമേ അവൻ ഏറ്റവും മൈന്യൂട്ടായ ചില സാധനങ്ങൾ കാണാൻ പറ്റൂ. അത്രയും മൈന്യൂട്ടായ ഒരു സാധനം നോക്കാൻ മനുഷ്യന് 1ഉം 2ഉം ലെൻസറിന്റെ പവർ കൂട്ടി അത് കാണാൻ വേണ്ടി അവൻ സാധ്യതകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ നമ്മുടെ കണ്ണിന് മറഞ്ഞിരിക്കുന്നത് പോലും ദൈവത്തിന്റെ കണ്ണിന് മറവായിരിക്കയില്ല. ഹല്ലേലൂയ. ഈ പകൽ ആഴമായി ദൂത് ആരോട് പറയുന്ന ദൂതാണ്? ദൈവപൈതലേ, അവൻ മനുഷ്യന് കാണാൻ കഴിയാത്തത്, നിന്റെ ബന്ധുക്കൾക്ക് കാണാൻ കഴിയാത്തത്, നിന്റെ ചാർച്ചക്കാർക്ക് കാണാൻ കഴിയാത്തത്, എന്നിനോ നിനക്ക് ജന്മം തന്ന പിതാവിന് മാതാവിന്, അവൻ നിന്റെ ശരീരത്തിന്റെ അവയവമായ നിന്റെ ഭർത്താവിന് ഭാര്യയ്ക്ക്, അവൻ നിന്റെ തലമുറക്ക് കാണാൻ കഴിയാത്ത വിഷയങ്ങൾ പോലും എന്റെ ദൈവത്തിന് കാണാൻ കഴിയുമെന്ന് ഇന്ന് തിരിച്ചറിയുന്നവർക്കായി ഞാൻ എന്റെ ദൈവത്തെ വാഴ്ത്തുന്നു. വിശ്വസിക്കുന്നവർ തിരിച്ചു വര. എന്നെ കാണുന്നൊരു കണ്ണ് എന്റെ ദൈവത്തിനുണ്ട്, എന്നെ കാണുന്നൊരു ഹൃദയം എന്റെ ദൈവത്തിനുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. കരം ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്തേ. ഒരു മനുഷ്യൻ സ്തോത്രം ATM കൗണ്ടറിൽ നിന്ന് ഒരു പെണ്ണ് സ്തോത്രം ഇങ്ങനെ പണം അവൾ റിലീസ് ചെയ്തുകൊണ്ടിരിക്കുക. കാർഡിട്ടിട്ട് ATM കൗണ്ടറിൽ നിന്ന് ഇങ്ങനെ പൈസ എടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ പുറകെ നിൽക്കുന്ന ഒരുത്തൻ ഈ തുറന്നിരിക്കുന്ന ബാഗിനകത്ത് മൊബൈൽ ഇരിപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവനിങ്ങനെ കുത്തിക്കൊണ്ട് ഈ പൈസ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ബാഗിനകത്ത് പൊങ്ങി നിൽക്കുന്ന മൊബൈല് ഈ പുറകിൽ പൈസ എടുക്കാൻ വന്ന് നിൽക്കുന്നവൻ എന്ത് ചെയ്തെന്നറിയാമോ? പതുക്കെ അടിച്ചെന്ത് ചെയ്തു? അതിനകത്തുനിന്ന് ഊരിയെടുത്തിട്ട് അവൻ പതുക്കെ അവൻ്റെ പോക്കറ്റിൽ വെച്ചു. എന്നിട്ട് ഒന്നും അറിയാതെ ഇങ്ങനെ ചുറ്റും നിന്ന് പതുക്കെ മുകളിലോട്ട് നോക്കിയപ്പോൾ ക്യാമറ ഇരിക്കുന്നു. ക്യാമറ കണ്ടില്ല, അവൻ എടുത്തപ്പോൾ അത് കണ്ടില്ല. അവൻ അങ്ങനെ നോക്കിയപ്പോൾ ക്യാമറ കണ്ടത്. വേഗം അവൻ എന്ത് ചെയ്യുന്നറിയാമോ? ആ എടുത്ത മൊബൈല് അതുപോലെ തന്നെ ആ ബാഗിനകത്തോട്ട് വെച്ചിട്ട് ക്യാമറയുടെ നേരെ നോക്കി കൈ കുപ്പിട്ട് പറഞ്ഞു സോറി സോറി സോറി. അത് ഭയങ്കര വൈറലായി ആ വീഡിയോ. ആമേൻ. ക്യാമറ നോക്കി കൈകുപ്പിക്കൊണ്ട് സോറി പറയുന്നു. കാരണം ക്യാമറയ്ക്ക് ഒരിക്കലും സംസാരിക്കാൻ ശേഷിയില്ലല്ലോ. താന് മൊബൈൽ എടുത്തപ്പോൾ കാണുന്നില്ല എന്ന് പറഞ്ഞ എടുത്തത്, ആരും ഇവിടെ ഇല്ല എന്ന് പറഞ്ഞ എടുത്ത് പോക്കറ്റിൽ ഇട്ടിട്ടും ചുറ്റും നോക്കിയപ്പോ അവൻ ഒരു ചുവപ്പ് ലൈറ്റ് കത്തി ഒരു ക്യാമറ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അവന് മനസ്സിലായി ഈ പുള്ളി കണ്ടാൽ ലോകം മുഴുവൻ കാണും. പ്രൈസ് ദി ലോർഡ്. ഈ പുള്ളി ചെറിയ സർവറൊന്നും അല്ല. ക്യാമറ ഇവിടെയാണേലും ഇതിന്റെ സിസ്റ്റം അവന് വേറെ ഇവിടെ ഇരിപ്പുണ്ട്. ദൂത് മനസ്സിലായോ? ഇവിടെ ഇരുന്ന് കണ്ടാൽ കാണേണ്ടവരൊക്കെ കാണും. ദൈവ പൈതലേ, നിന്നെ കാണുന്നൊരു കണ്ണ് സ്വർഗത്തിൽ ഉണ്ടെന്ന് ഈ വക തിരിച്ചറിയുക. നിന്റെ കാര്യങ്ങൾ അറിയുന്നൊരു ദൈവ, നിന്റെ ഇല്ലായ്മകൾ അറിയുന്നൊരു ദൈവ, നിന്റെ ശൂന്യത അറിയുന്നൊരു ദൈവ, നിന്റെ നിറവ് കാണുന്നൊരു ദൈവ ഈ പകൽ സ്വർഗത്തിൽ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവ കുഞ്ഞുങ്ങളുണ്ട്? അവനെ കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ച്. ദൈവത്തിന്റെ വചനം പറയുന്നു, അവ എന്നെ കാണുന്നൊരു കണ്ണ് സ്വർഗത്തിലുണ്ട്. അടുത്തിരിക്കുന്ന വ്യക്തിയുടെ മുഖത്തോട്ട് നോക്കി കൈ കൊടുക്കണ്ട. മുഖത്തോട്ട് നോക്കിയിട്ട് പറ, ഇതുപോലെ കാണുന്നൊരു ദൈവം ഉണ്ടെന്ന് പറ.
ഒന്ന് മുഖത്തോട്ട് നോക്കിയിട്ട് കൈ കൊടുക്കണ്ട. ആമേൻ പറഞ്ഞാട്ടെ, ഇതുപോലെ കാണുന്നൊരു ദൈവമുണ്ട്, ഇതുപോലെ കാണുന്നൊരു കണ്ണുണ്ട്. അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കുക. എന്നെ കാണാൻ ആരുമില്ല എന്നുള്ള ചിന്ത ഇവിടെ ഇട്ടിട്ട് വേണം ഇറങ്ങിപ്പോകാൻ. ഇവിടുന്ന് പോകുമ്പോ 10 പ്രാവശ്യം പറയണം, എന്നെ കാണുന്നൊരു അപ്പനുണ്ട് എനിക്ക്, എന്നെ കാണുന്നൊരു ദൈവമുണ്ട് എനിക്ക്, എന്നെ അറിയുന്നൊരു തമ്പുരാനുണ്ട് എനിക്ക്. ആരാ പറഞ്ഞ എനിക്ക് ആരുമില്ലെന്ന്? ഹല്ലേലൂയ. കരമുയർത്തി ദൈവത്തിന്റെ ശക്തിയോടെ സ്തുതിച്ചിട്ട് പറ, എന്നെ കാണുന്നൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ആമേൻ. നമ്മളെ കാണുന്നൊരു ദൈവം ഉണ്ടല്ലേ? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മെ കാണുന്നൊരു ദൈവമുണ്ട്, നമ്മെ കാണുന്നൊരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പണ്ടെങ്ങോ പറഞ്ഞൊരു കാര്യമാണ് ഇവിടെ. ആമേൻ. ഒരമ്മ അല്ലേ, ഒരമ്മ 3 മക്കളെ വിളിച്ചിട്ട് പറഞ്ഞു, ആമേൻ, അവർക്ക് 3 പേർക്കും ആമേൻ ആഹാരം കഴിക്കാൻ കൊടുത്തിട്ട് പറഞ്ഞു, ആരും കാണാത്ത സ്ഥലത്ത് കൊണ്ടുപോയി എന്ത് ചെയ്യാൻ പറഞ്ഞു? കഴിക്കാൻ പറഞ്ഞു. ആരും കാണാത്ത സ്ഥലത്ത്. മൂത്തവൻ തട്ടിന്റെ മണ്ടേ കയറി അവിടെ ഇരുന്ന് കഴിച്ചു. രണ്ടാമത്തവൻ കാട്ടിലോട്ട് പോയി അവിടെ ഇരുന്ന് കഴിച്ചു. മൂന്നാമത്തവൻ വെള്ളത്തിൽ മുങ്ങി വെള്ളത്തിനടിയിലേക്ക് പോയിട്ട് അവൻ വെള്ളത്തിനടിയിൽ നിന്ന് കഴിക്കാൻ നേർത്ത് അവന്റെ അകത്ത് ആരോ പറയുന്നു, ആരോ കാണുന്നുണ്ട്. വെള്ളത്തിൽ നിന്ന് അവൻ കയറി വീണ്ടും അവൻ തട്ടിന്റെ മണ്ടേ കയറി കഴിക്കാൻ പോയപ്പോ ആരോ പറയുന്നു, ആരോ കാണുന്നുണ്ട്. അവിടുന്ന് കാട്ടിലേക്ക് പോയി കാട്ടിൽ ചെന്ന് കഴിക്കാൻ നേരത്ത് അവന്റെ ഉള്ളം പറയുന്നു, ആരോ കാണുന്നുണ്ട്. അല്പസമയം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് അമ്മയോട് പറഞ്ഞു, അമ്മ ഞാൻ കഴിച്ചില്ല, എന്നെ മോനെ കഴിക്കാഞ്ഞേ? അല്ല, ഞാൻ ആരും കാണാതെ ഒളിച്ചിരുന്ന് കഴിക്കാൻ പോകുമ്പോൾ എന്റെ ഉള്ളിന്റെ ഉള്ളിൽ ആരോ പറയുന്നു, ആരോ ഒരാൾ കാണുന്നുണ്ട്, ആരോ ഒരാള് കാണുന്നുണ്ട്. അമ്മ പറഞ്ഞു, മക്കളെ ഞാൻ എന്തിനാന്നറിയാമോ ആഹാരം തന്നിട്ട് ആരും കാണാതെ കഴിക്കാൻ പറഞ്ഞത്? അവൻ നിനക്കൊരു തിരിച്ചറിവുണ്ടാകണം. ആരും കാണാതിരിക്കുമ്പോഴും തലക്ക് മീതെ കാണുന്നൊരു ദൈവമുണ്ട്. ഭൂത മനസ്സിലായോ? ഞാൻ ഇന്ന് നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല, പക്ഷെ ഒറ്റ കാര്യം പറഞ്ഞ് ഉറപ്പിക്കാനാ. നിങ്ങളുടെ പോക്കറ്റ് കാലിയായില്ലേ? കാണുന്നൊരു ദൈവം ഉണ്ടെന്നേ. ആ ലോൺ അടക്കാൻ പണമില്ലാതെ ഭാരപ്പെടുന്ന വിഷയമില്ലേ? കാണുന്നൊരു ദൈവമുണ്ടെന്നേ. തലമുറയുടെ വിഷയത്തിന്മേൽ നിങ്ങൾ ഭാരപ്പെടുന്നില്ലേ? കാണുന്നൊരു ദൈവമുണ്ടെന്നേ. ശുശ്രൂഷയുടെ വിശാലതയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരില്ലേ? ഒരു പ്രോഗ്രസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരില്ലേ? ഈ പ്രഭാതം കരമടിച്ച് ദൈവത്തെ ഉറക്കി ആരാധിച്ചിട്ട് പറ, യെസ്, എന്നെ കാണുന്നൊരു ദൈവം. എനിക്ക് എന്റെ ഉറപ്പ് എന്താണെന്നറിയാമോ? എന്താണ് എന്റെ ധൈര്യം എന്നറിയാമോ? എന്നെ കാണുന്നൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സഹോദരങ്ങളെ, ഞാൻ ആത്മാർത്ഥമായിട്ട് നിങ്ങളോട് ചോദിക്കുക, നിങ്ങൾ ഒരു 1000 പ്രാവശ്യം നിങ്ങളുടെ ജീവിതത്തിന്റെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞിട്ടില്ലേ, അന്ന് അവൻ ഇട്ട ചെരുപ്പ് തേഞ്ഞ് 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 മാറിയിടാൻ ഒരു ചെരുപ്പില്ലാതെ, മാറി ഉടുക്കാൻ ഒരു ഷർട്ടില്ലാതെ, മാറി ഉടുക്കാൻ ഒരു പാൻറ് ഇല്ലാതെ അന്ന് ഞാൻ നടന്നത് എൻ്റെ ദൈവം കണ്ടു. ഇപ്പോൾ എനിക്ക് ദൈവം തിരിച്ചു തന്നു. അതുകൊണ്ടല്ലേ ഇന്ന് ഇത്രയും മാന്യമായ നിലയിൽ ഇരിക്കുന്ന ദൈവമൈതലേ. ഇത് എൻ്റെ സാക്ഷ്യമാണ്, ഇതെന്റെ കുടുംബത്തിന്റെ സാക്ഷ്യമാണ്. നിങ്ങൾക്ക് പറയാനില്ലേ, കാണുന്നൊരു ദൈവം കണ്ടിട്ട് പോകയില്ല, കാണുന്നൊരു ദൈവം ചുമ്മാ വിട്ടുകളകയില്ല, കാണുന്നൊരു ദൈവം കണ്ടിട്ട് ചുമ്മാ പോവില്ല. അവൻ കണ്ടാൽ ചിലത് തരും, അവൻ കണ്ടാൽ ചിലത് തന്നിട്ട് പോകൂ. അവൻ കണ്ടവരുടെ സ്ഥിതി മാറിയിട്ടുണ്ട്. അവൻ ആരെയൊക്കെ കണ്ടോ അവരുടെ നിലവാരം മാറി, അവൻ ആരെയൊക്കെ കണ്ടോ അവരുടെ പൊസിഷൻ മാറി. ഇന്ന് പകൽ ആത്മാവ് പറയുന്നു, ദൈവം നിന്നെ കണ്ടെങ്കിൽ നിന്റെ തലമുറയുടെ പൊസിഷൻ ദൈവം മാറ്റിയിരിക്കുക. ദൈവം നിന്നെ കണ്ടു എങ്കിൽ ചിന്തിക്കാത്ത തലത്തിൽ ഒരു ദൈവിക വിടുതൽ എന്റെ ദൈവം അഴച്ചിരിക്കും. കർത്താവിന് നല്ലവണ്ണം സ്തോത്രം ചെയ്യാമോ? അവൻ ഞാൻ പണ്ടൊരിക്കൽ ഇവിടെ പറഞ്ഞു, കാട്ടത്തിയുടെ മണ്ട കയറിയ സക്കായിയെ ദൈവം കണ്ടു, കർത്താവ് കണ്ടു. കണ്ടിട്ട് പറഞ്ഞു, സക്കായിയെ എന്റെ കണ്ണുകൊണ്ട് കണ്ടോ, നിന്റെ വീട്ടിൽ ഇന്ന് രക്ഷയാ. ഹല്ലേലൂയ. 38 വർഷം കുളക്കടവിൽ കിടന്നവനെ എന്റെ തമ്പുരാൻ കണ്ടു. കണ്ടിട്ട് സ്വർഗം പറഞ്ഞു, കണ്ടിട്ട് ചുമ്മാ പോവില്ലടാ. അവൻ ആയിരക്കണക്കിന് ആളുകൾ നിന്നെ കണ്ടതാ. ഈ ബെഥെസ്ദ കുളത്തിൽ വന്ന 10,000 നിന്നെ കണ്ടു. അവരുടെ കണ്ണല്ലടാ എന്റെ കണ്ണ്. എന്റെ കണ്ണ് സൗഖ്യമാക്കുന്ന കണ്ണ്, എന്റെ കണ്ണ് വിടുവിക്കുന്ന കണ്ണ്, എന്റെ കണ്ണ് നിന്നെ തൊടുന്ന കണ്ണാണ്. നിന്റെ ബലഹീനത മാറ്റാൻ കഴിവുള്ള കണ്ണുകൾ, എന്റെ ബലഹീനതകൾ എടുത്തു മാറ്റാൻ കഴിവുള്ള കണ്ണുകൾ, നിന്റെ ക്ഷീണങ്ങൾ മാറ്റാൻ കഴിവുള്ള കണ്ണുകൾ. ഈ പകൽ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് പറ, ഹല്ലേലൂയ. എന്റെ ദൈവം കണ്ടോ, നിന്റെ സ്ഥിതി ദൈവം മാറ്റിയിരിക്കും.
ആത്മാർത്ഥമായിട്ട് ഞാൻ പറയാം, ദൈവം കണ്ടു, ദൈവം കണ്ടു. ആമേൻ. ദൈവം നമ്മെ കണ്ടു. നിങ്ങൾ വലത് കരം നെഞ്ചോട് വെച്ചിട്ട് പറ, എന്നെ ദൈവം കണ്ടു, എന്റെ കുടുംബത്തെ ദൈവം കണ്ടു, എന്റെ കുഞ്ഞുങ്ങളെ ദൈവം കണ്ടു. Praise the Lord. കുരിശ് ചുമക്കാൻ ശിമയോനെ ദൈവം കണ്ടു. കുരിശ് ചുമക്കാൻ ദൈവം ശിമയോനെ കണ്ടു. റോമൻസ് ഭാഷ ഒരു ദൂതാ ഞാൻ പറയുന്നത്. കുരിശ് ചുമക്കാൻ ശിമയോനെ ദൈവം കണ്ടു. ആ ശിമയോനിലൂടെ അലക്സാണ്ടറിനെയും റൂഫോസിനെയും ദൈവം കണ്ടു. ദൂത് മനസ്സിലായോ? കുരിശ് ചുമക്കാൻ വന്നത് ശിമയോന. പക്ഷേ ആ കുരിശ് ചുമക്കാൻ മുന്നോട്ട് വന്ന ശിമയോന്റെ 2 കുഞ്ഞുങ്ങളെ ദൈവം കണ്ടു. ഇപ്പോൾ ഒരു പക്ഷെ കഷ്ടതയുടെ കുരിശായിരിക്കാം, ഒരു പക്ഷെ ഇന്ന് വേദനയുടെ കുരിശായിരിക്കാം. ഭാരപ്പെടരുത് കേട്ടോ. ഇന്ന് ചുമക്കുന്നത് കുരിശാന്ന് കരുതി ഒരിക്കലും ദൈവനെ കണ്ടില്ലെന്ന് പറയരുത്. ഈ ക്രൂശിന്റെ പുറകിൽ നിന്റെ തലമുറയുടെ മേൽ ഒരു നന്മയുണ്ട് കുഞ്ഞെ. ഈ ക്രൂശിന്റെ പുറകിൽ നിന്റെ തലമുറയുടെ മേൽ ഒരു അനുഗ്രഹമുണ്ട് കുഞ്ഞെ. ഇന്നത്തെ ക്രൂശ് ജീവിതകാലം മുഴുവൻ നിൽക്കുകയില്ല. ഇന്നത്തെ കുരിശ് ജീവിതകാലം മുഴുവൻ നീ അനുഭവിപ്പാൻ എന്റെ ദൈവം അനുവദിക്കയില്ല. ഈ കുരിശിനൊരു അന്ത്യമുണ്ട്. ഈ ക്രൂശിനൊരു ഫിനിഷിംഗ് പോയിന്റ് ഉണ്ട്. ഈ ക്രൂശിനപ്പുറം നിന്റെ തലമുറയുടെ മേൽ ഒരു വിടുതലുണ്ട്. എന്റെ ദൂത് മാറിയത് കൊണ്ട് ആരോട് പരിശുദ്ധത പറയുന്നു. ഒരു പക്ഷേ സീമോൻ ചിന്തിച്ചു കാണും, ഈ 12 അടി വീതിയുള്ള വഴിയിൽ ആയുസ് മുഴുവൻ ഈ കുരിശ് ചുമന്ന് എന്റെ ജീവിതം തീരും. അല്ല, കർത്താവ് അനുവദിച്ച കുരിശ് മാത്രമാണ് എന്റെ ജീവിതത്തിൽ ബാക്കി ഉണ്ടാകൂ. ആരാ പറഞ്ഞത്? ദൈവം അനുവദിച്ച കുരിശാണ് നീ ചുമക്കുന്നതെങ്കിൽ ആ കുരിശിന്റെ പുറകിൽ നിന്റെ 2 തലമുറകളെ ദൈവം കണ്ടിട്ടുണ്ട്. നിന്റെ കുഞ്ഞുങ്ങളെ ദൈവം കണ്ടിട്ടുണ്ട്. അവരെ അനാഥനായി വിടുകയില്ല. അവരെ ഒരിക്കലും തള്ളിക്കളകയില്ല. അവൻ ഉപേക്ഷിക്കയില്ല. അവൻ ദൂത പറഞ്ഞ ദൈവം പറയുന്നു, കണ്ടിട്ടുണ്ട്. ശിമയോനെ തലമുറയുടെ വിഷയത്തിന്മേൽ അത്ഭുതം ചെയ്യും. സ്തോത്രം പറ. ആരോടാന്ന് എനിക്കറിയില്ല. പരിശുദ്ധാത്മാവില ഞാൻ പറയുന്നത്. തോളത്തെ എടുത്തു വെച്ച കുരിശും കൊണ്ട് മുന്നോട്ട് പോകുമ്പോ നീ ഒരിക്കലും വിധിയെഴുത്ത് നടത്തരുത്. എന്റെ ആയുസ് മുഴുവൻ ഈ കുരിശായിരിക്കും എന്ന് ചിന്തിക്കരുത്. കുരിശിനപ്പുറത്ത് കണ്ട ദൈവം കുഞ്ഞുങ്ങളുടെ സാഹചര്യം മാറ്റുമെന്ന് ഇന്ന് പകലൊന്ന് വിശ്വസിക്കാൻ തയ്യാറാകണം. ആമേൻ. സ്തോത്രം. Praise the Lord. Hallelujah. കർത്താവ് കണ്ടോ? വിടുതല. കർത്താവ് വിടുതല. എനിക്ക് ഞാൻ കുറെ കാര്യമൊക്കെ പ്രസംഗിക്കാൻ വേണ്ടി അവിടെ ഇരുന്ന് എഴുതി കുത്തിയൊക്കെ കയറിയത്. പക്ഷെ പ്രശ്നം എന്താണെന്നറിയോ? കയറി കഴിഞ്ഞാൽ ഇതൊന്നും കിട്ടത്തില്ല. കർത്താവ് ഉദ്ദേശിക്കുന്നതേ വരും. ഹല്ലേലൂയ. തിബരിയാസ് കടലിന്റെ തീരത്തൂടി കർത്താവ് യേശുവപ്പച്ചൻ നടന്നു പോകുക. നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോ 2 പേര്, സ്തോത്രം, വല അടച്ചോണ്ടിരിക്കുക. നമ്മുടെ ഭാഷ പറയാം എങ്ങനെയല്ലേ? വല തുന്നിക്കൊണ്ടിരിക്കുക. എത്ര പേരാ? 2 പേര്. ആ പേരെന്ന് പറഞ്ഞേ, യാക്കോബും യോഹന്നാനും. യാക്കോബും യോഹന്നാനും കൂടി തുന്നിക്കൊണ്ടിരിക്കുക. കടന്നു പോകുന്ന പോക്കി കർത്താവ് എന്ന് കണ്ടു. ആരെ? സെബദി പുത്രന്മാരെ, യാക്കോബിനെയും. കർത്താവ് പറഞ്ഞു, വാ പോരെ. ചരിത്രം മാറിയില്ലേ? Praise the Lord. ഒരു ദിവസം തിബരിയാസ് കടൽക്കരയിൽ കൂടി പോകുമ്പോൾ ഒരുത്തൻ വല കഴുകിക്കൊണ്ടിരിക്കുന്നു. കർത്താവ് അവനോട് പറഞ്ഞിട്ട് പറഞ്ഞു, ഒന്നിങ്ങ് നീക്കിക്കേ. ആദ്യം കരയിലേക്ക് നീക്കി, കുറച്ച് കഴിഞ്ഞാൽ പറഞ്ഞു ആഴത്തിലേക്ക് നീക്ക്. എല്ലാം കഴിഞ്ഞിട്ട് കർത്താവ് പോയപ്പോ പറഞ്ഞു പോര്. കർത്താവ് കണ്ടോ? കൊണ്ടുപോകും. ഒരു സ്വതന്ത്രം പറഞ്ഞേ. കർത്താവ് കണ്ടവരെയൊക്കെ കൊണ്ടുപോകും. കർത്താവ് കണ്ടവരെയൊക്കെ കൈക്ക് പിടിക്കും. കർത്താവ് കണ്ടവരെയൊക്കെ ദൈവം തൊടും. കർത്താവ് കണ്ടവരെയൊക്കെ മാനിക്കും. കർത്താവിന്റെ കണ്ണ് നിന്നെ കണ്ടിട്ടുണ്ടോ? കർത്താവിന്റെ കണ്ണ് നിന്റെ തലമുറയെ കണ്ടോ? കർത്താവിന്റെ കണ്ണ് അവൻ നിന്റെ കുടുംബത്തെ കണ്ടോ? നിന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തും കുഞ്ഞേ. പരിശുദ്ധാത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു, നിന്നെ കണ്ടോ? നിന്റെ സ്ഥിതിക്ക് ദൈവം ഭേദം വരുത്തും മോനെ. ഇയ്യോബിന്റെ പുസ്തകം വിട്ടെ. ഇയ്യോബിന്റെ പുസ്തകം, ആമേൻ, സ്തോത്രം, 7-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം വന്നിട്ട് ഒരു വാക്യം എനിക്ക് വേണം.
അവൻ യോബിന്റെ പുസ്തകം 7-ാം അധ്യായം അതിന് 8-ാമത്തെ, എന്നെ കാണുന്നവന്റെ കണ്ണ് ഇനി എന്നെ കാണുകയില്ല. ഒരൊറ്റ വാക്യം മതി, എന്നെ കാണുന്നവന്റെ കണ്ണ്. ഒരല്ലലി ഒന്ന് പറഞ്ഞേ, എല്ലാരും വലതുകരം ഉയർത്തിക്കൊണ്ട് പറ, എന്നെ കാണുന്നവന്റെ കണ്ണ്. സ്തോത്രം പറ, സ്തോത്രം പറ. എന്നെ കാണുന്നവന്റെ കണ്ണ്. ഹല്ലേലൂയ. എന്നെ കാണുന്നവന്റെ കണ്ണ്, എന്നെ കാണുന്നവന്റെ കണ്ണ്. ദൈവത്തിന് സ്തോത്രം പറഞ്ഞേ, സ്തോത്രം പറഞ്ഞേ. എന്നെ കാണുന്നവന്റെ, അവൻ എന്നെ ആര് കാണുന്നുണ്ട്? ഒരു കണ്ണ് എന്നെ കാണുന്നു. പക്ഷെ നമ്മൾ പലരും വിചാരിച്ചു, അവൻ എന്നെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ, അമ്മാച്ചൻ ഒന്ന് കണ്ടിരുന്നെങ്കിൽ, ചേട്ടൻ ചേച്ചി ഒന്ന് കണ്ടിരുന്നെങ്കിൽ, അപ്പച്ചൻ അമ്മച്ചി ഒന്ന് കണ്ടിരുന്നെങ്കിൽ. അവരാരും കണ്ടിട്ട് ഒരു കാര്യവും ഇല്ല. കാണുന്നവൻ കണ്ട വിടുതല. ഒരല്ലലി എന്ന് പറഞ്ഞു. Praise God. യോബ് പറയുന്നു, കാണുന്നവൻ എന്നെ എന്ത് ചെയ്തു? കണ്ടു. അപ്പൊ നിങ്ങളെ ആര് കാണണം? കാണേണ്ടവൻ കാണണം. നമ്മുടെ ദൈവത്തിന് എത്ര പേരുണ്ടെന്ന് അറിയാമോ? കർത്താവിന് എത്ര പേരുണ്ടെന്ന് അറിയാമോ? എത്ര പേരുണ്ടെന്ന് പറയാമോ? 300-ലധികം പേരുണ്ട്. എല്ലാവരും മുഖത്ത് നോക്കി പറ, തമ്മി പറ. 300-ലധികം പേര് വേദപുസ്തകത്തിൽ കർത്താവിനുണ്ട്. ഒന്ന് പറഞ്ഞേ, 300-ലധികം പേര് സജീവനങ്ങളെ കർത്താവിനുണ്ട് വേദപുസ്തകത്തിൽ. ഈ പേരെല്ലാം എങ്ങനെ വന്നു? ഈ പേരെല്ലാം എങ്ങനെ വന്നു? എന്റെ പേര് എന്റെ അപ്പനും അമ്മയും കൂടി ഇട്ടതാ. എന്റെ അപ്പനും അമ്മയും കൂടി എനിക്ക് പേരിട്ടെ. നല്ല പേരിട്ടതിനായി സ്തോത്രം. വല്ല കൊനിഷ്ഠ പേരൊന്നും ഇടാഞ്ഞതിനായി ഭാഗ്യം. എന്റെ അപ്പനും അമ്മയും കൂടി എനിക്ക് പേരിട്ടെ. പക്ഷെ ദൈവത്തിന് ആരാ പേരിട്ടെ? നിങ്ങൾ പറ. നമുക്കെല്ലാം പേരിട്ട് ആരാ? അപ്പനും അമ്മയാ. കർത്താവിന് പേരിട്ട് ആരാ? അവിടെയാ വിഷയം. കർത്താവിന് പേരിട്ടത് ഭക്തന്മാര് തന്നെയാ. Praise the Lord. ഹാഗാറിന്റെ ജീവിതത്തിൽ വഴിയടഞ്ഞ് എന്ത് ചെയ്യണമെന്നറിയാതെ അയ്യം വിട്ട് നിലവിളിക്കുമ്പോൾ ഇതാ നീരുറവ തുറന്നു കൊടുത്തപ്പോൾ അവൾ വിളിച്ചു പറഞ്ഞു, എൽറോയി, എന്നെ കാണുന്ന ദൈവം. ദൈവത്തിന് പേര് വേണം എൽറോയി. ഒരിക്കൽ സൗഖ്യമില്ലാതിരുന്നു, രോഗിയായിരുന്നു. യഹോവയാം ദൈവം വന്നിട്ട് പറഞ്ഞു, ഹിസ്കിയാവേ, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്നു. അപ്പോൾ ഹിസ്കിയാവ് വിളിച്ചു പറയുന്നു, യഹോവ റാഫ, അവൻ സൗഖ്യത്തിന്റെ ദൈവം. ദൈവത്തിന് വിളികേട്ട് ഇറങ്ങി തിരിച്ച അബ്രഹാമിന് 15-ാം അധ്യായത്തിൽ ദൈവം വെളിപ്പെട്ട് ഇറങ്ങി നിൽക്കുമ്പോൾ അബ്രഹാം പറഞ്ഞു, അഡോനായി, എൽ ശദ്ദായി, എൽറോയി. ഇതെല്ലാം ആരായിട്ട്? ഭക്തനായിട്ടെ. നിങ്ങൾക്ക് ദൈവത്തെ നല്ല പേര് വിളിക്കണമെന്ന് സന്തോഷം ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും ഒരു വിടുതൽ ദൈവം തന്നെങ്കിൽ, ആ വിടുതൽ അനുഭവിച്ച ഏത് വിഷയത്തിലാണോ ആ വിഷയം കൊള്ളിച്ചുകൊണ്ട് ദൈവത്തിന് പേരിടാം. ഒരു ഭക്തൻ ഒരിക്കൽ യുദ്ധത്തിൽ വിജയമുണ്ടായി. യുദ്ധത്തിൽ ജയിച്ചപ്പോൾ ഭക്തൻ ഇങ്ങനെ ഇട്ട്, യഹോവ നിസി, യഹോവ എന്റെ ജയത്തിന്റെ കൂടി. ഒരു ഹല്ലേലൂയ ഒന്ന് പറയാമോ? പ്രൈസ് ദി ലോർഡ്. ഞാൻ പകലും പറഞ്ഞു, പലരും ചോദിച്ചു, പാസ്റ്റേ എന്തുകൊണ്ടാണ് ആമൻ ഈ ചർച്ചിന് എന്തോരം പേരുണ്ടായിരുന്നു വേദപുസ്തകത്തിൽ? മഹനീയം എന്നുണ്ടായിരുന്നു, പ്രൈസ് എന്നുണ്ടായിരുന്നു, എന്തോരം പേര് വേദപുസ്തകത്തിൽ ഉണ്ടായിട്ടും നിങ്ങളുടെ സഭയ്ക്ക് എന്ന ഡെലിവറൻസ് എന്ന് പേരിട്ടത്? ഞാൻ പറഞ്ഞു, അത് എവിടെന്നെങ്കിലും കേട്ടിട്ടതല്ല. മുഴുവിക്കനായ എൻ്റെ ജീവിതത്തിൽ അവൻ വചനം പറയാൻ എൻ്റെ വിക്ക് സൗഖ്യമാക്കിയ വിടുതലിന്റെ ദൈവത്തെ ഡെലിവറൻസ് എന്ന പേരിട്ടു. ദൂത മനസ്സിലായോ? അതുകൊണ്ട് ഈ പേര് വന്നത്. വിടുവിച്ച ദൈവത്തെ അനുഭവിച്ച ദൈവ പൈതലെ ഇന്ന് മകൾ ദൈവത്തെ ആരാധിച്ചിട്ട് പറ, എന്റെ ദൈവം വിടുതലിന്റെ ദൈവമാണ്. സൗഖ്യമായെങ്കിൽ പറ, അവൻ സൗഖ്യത്തിന്റെ ദൈവമാണ്. വിജയം തന്നെങ്കിൽ പറ, എന്റെ ദൈവം വിജയത്തിന്റെ ദൈവമാണ്. ഹല്ലേലൂയ. അവൻ ഒരിക്കൽ അബ്രഹാം പറഞ്ഞു, യഹോവ ഈരേ, ദൈവം കരുതുന്ന ദൈവമാണ്. ജീവിതത്തിന്റെ അനുഭവത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഈ ദൈവത്തെ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഈ ദൈവത്തിന് പേരിട്. അവൻ നല്ല ഇടയനായി വെളിപ്പെട്ടെങ്കിൽ വിളിച്ചു പറ, എന്റെ ദൈവം നല്ല ഇടയനാണ്. പെറ്റമ്മയേക്കാൾ അവൻ നിങ്ങളെ കരുതിയെങ്കിൽ വിളിച്ചു പറ, എന്റെ ദൈവം സ്നേഹത്തിന്റെ ദൈവമാണ്. ദൈവം നിങ്ങളെ ഉയർത്തിയെങ്കിൽ പറ, എന്റെ ദൈവം ഉയർച്ചയാണ്. വിഷയങ്ങൾ വന്നപ്പോൾ നിന്റെ അടിസ്ഥാനം ഉറപ്പിച്ചെങ്കിൽ ദൈവത്തെ നോക്കി പറ, എന്റെ ദൈവം പാറയാണ്.
അവൻ ദൈവം നിനക്ക് അഭയമായിരുന്നെങ്കിൽ പറ, എന്റെ ദൈവം ഗോപുരമാണ്. അവൻ ഒരു പ്രാവശ്യമെങ്കിലും ഈ ദൈവം നിനക്ക് ആശ്രയമായെങ്കിൽ പറ, എന്റെ ദൈവം ആശ്രയമാണ്. അവൻ വെളിച്ചമായെങ്കിൽ പറ, എന്റെ ദൈവം വെളിച്ചമാണ്. എന്റെ ദൈവം രക്ഷയാണ്. ഞാൻ ആരെ ഭയപ്പെടും? എന്നെ കാണുന്നൊരു കണ്ണ്. ഹല്ലേലൂയ. ഈ ധൈര്യം ഇന്ന് പകൽ ദൈവമക്കളുടെ അകത്തുണ്ടാകണം. സ്തോത്രം. ഈ ലോക്ക്ഡൗൺ വന്നപ്പോഴും കോവിഡ് വന്നപ്പോഴും തകരുമെന്ന് ചിന്തിച്ചിട്ടും നീ തകരാതെ നിന്നത് നിന്നെ കാണുന്നൊരു കണ്ണുണ്ടായതുകൊണ്ട്. പാസ്റ്റേ, അവ എന്നോട് പലരും ചോദിച്ചു, പാസ്റ്റേ എങ്ങനെ ഈ ലോൺ അടക്കും, എങ്ങനെ കൊച്ചിന്റെ പഠനം, പാസ്റ്റേ എങ്ങനെ 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 ഒരു 100 കണക്കിന് 1000 ചോദ്യങ്ങൾ കേട്ടതാണ് ഞങ്ങൾ ദൈവദാസന്മാർ. ഇടവും ഫോൺ വരുമ്പോ പാസ്റ്റേ എന്ത് ചെയ്യും, പാസ്റ്റേ എങ്ങനെ പോകും, പാസ്റ്റേ ഇനി അതെന്ത് ചെയ്യും, കൊച്ചിന്റെ ഫീസ്, പാസ്റ്റേ ഇതെല്ലാം കഴിഞ്ഞിട്ട് അവൻ ആകെ തുക ഇപ്പോ അന്ന് ചോദിച്ചവരോട് ചോദിക്കേ, അന്ന് നിങ്ങൾ ചോദിച്ചതിന് വല്ലതിനും വല്ല വിഷയത്തിലും മറുപടി കിട്ടാതിരുന്നോ? അവർ കരമുയർത്തിക്കൊണ്ടവർ എല്ലാറ്റിനും മറുപടി കിട്ടി. കൊച്ചിന്റെ പഠനം മുടങ്ങിയില്ല, ലോൺ അടക്കുന്ന വിഷയം മുടങ്ങിയില്ല, വീടിന്റെ ജപ്തി വന്നില്ല, അവൻ വണ്ടി ആരും പിടിച്ചോണ്ട് പോയില്ല, വണ്ടി ഇപ്പോഴും മുറ്റത്ത് കിടപ്പുണ്ട്, വീട് ഇപ്പോഴും അവിടെ തന്നെ നിൽപ്പുണ്ട്. എന്താ ഇതിന് കാരണം? എന്നെ കാണുന്നൊരു കണ്ണ്, എന്നെ കാണുന്നൊരു കണ്ണ്, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നൊരു കണ്ണ്. എന്റെ കണ്ണ് ഒരു കണ്ണുള്ളിടത്തോളം കാലം ദൈവ പൈതലെ നീ ഭാരപ്പെടണ്ട. കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. യോബിന്റെ പുസ്തകം 13-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ ഒരു വാക്യമുണ്ട്. ഒന്നിട്ടവനെ യോബിന്റെ പുസ്തകം 13-ാമത്തെ അധ്യായം അതിന്റെ 1-ാമത്തെ വേദവാക്യം, എന്റെ കണ്ണ് ഇതൊക്കെയും കണ്ടു. എന്റെ കണ്ണ് ഇതൊക്കെയും കണ്ടു. കർത്താവ് എല്ലാം കാണും. ആമേൻ. കർത്താവ് എല്ലാം കാണുന്നു, എല്ലാം കാണും. ആമേൻ, സ്തോത്രം. അതുകൊണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ പറഞ്ഞത് തന്നെ ഒന്നുകൂടി ആവർത്തിക്കുന്നു. ഇസ്രായേൽ മക്കളുടെ ആമേൻ കരച്ചിൽ ദൈവം കേട്ടു, അവരുടെ കഷ്ടത ദൈവം കണ്ടു. ദൈവം 2 പ്രാവശ്യം പറഞ്ഞു, എൻ്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു. എന്തിനാ? ഞാൻ എപ്പോഴും ചോദിക്കും, ഞാൻ കണ്ടു എന്ന് പറഞ്ഞാൽ പോരെ? ദൈവം അടിവരയിട്ട് വന്ന് കണ്ടു, കൺഫേം ആയിട്ട് പറയാ, ഉറപ്പിച്ച് പറയാ, എൻ്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു. എൻ്റെ ജനത്തിന്റെ നിലവിളി ഞാൻ കേട്ടു. അപ്പോൾ ബൈബിൾ പറയുന്നു, എന്നെ കാണുന്നൊരു ദൈവം. സങ്കീർത്തനം 11:4 വാക്യമുണ്ട്. സങ്കീർത്തനം 11-ാം അധ്യായം 4-ാമത്തെ വാക്യം. ഇന്ന് ഈ ആരാധന കഴിഞ്ഞ് നിങ്ങൾ പോകുമ്പോൾ എല്ലാവരുടെയും ഹൃദയം ബലപ്പെടണം. ആരും ക്ഷീണിച്ചു പോകരുത്, ആരും അധൈര്യപ്പെട്ടു പോകരുത്. യഹോവ തന്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്. യഹോവയുടെ സിംഹാസനം സ്വർഗ്ഗത്തിലാണ്. പക്ഷേ യഹോവ എവിടെയുണ്ട്? തന്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്. നമ്മുടെ ദൈവം വിശുദ്ധ മന്ദിരത്തിലുണ്ട്. യഹോവയുടെ സിംഹാസനം സ്വർഗത്തിലാകുന്നു. അവൻ എവിടെയാണ് വസിക്കുന്നത്? സ്വർഗത്തിൽ വസിക്കുന്നു. അടുത്തത്, അവന്റെ കണ്ണുകൾ ദർശിക്കുന്നു. അവന്റെ കണ്ണുകൾ എന്നെ ദർശിക്കുന്നു. അവന്റെ കൺപോളകൾ മനുഷ്യപുത്രന്മാരെ ശോധന ചെയ്യുന്നു. അവിടെ വായിക്കുന്ന വാക്യം, യഹോവ സ്വർഗത്തിലാകുന്നു, അവന്റെ കണ്ണുകൾ എന്നെ ദർശിച്ചുകൊണ്ടിരിക്കുന്നു, അവന്റെ കൺപോളകൾ മനുഷ്യപുത്രന്മാരെ ശോധന ചെയ്യുന്നു. എന്നെ കാണുന്നൊരു കണ്ണുണ്ട്, എന്നെ ശോധന ചെയ്യുന്ന ഒരു കണ്ണുണ്ട്. കരം ഉയർത്തി നല്ലൊരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. 34-ാം സങ്കീർത്തനം എടുത്ത മാഷം, 34-ാം സങ്കീർത്തനം അതിന്റെ 15-ാമത്തെ വാക്യത്തിൽ വായിച്ച് നമ്മൾ പ്രസംഗിച്ച അധ്യായമാണ്. യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും. യഹോവയുടെ കണ്ണ് ആരുടെ മേലുണ്ട്? നീതിമാന്മാരുടെ. അവന്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. അവൻ എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഇന്ന് സന്തോഷമുണ്ട്. ഈ വിശുദ്ധ പകൽക്കാലം ആരാധനയ്ക്ക് വന്ന എത്ര ദൈവകുഞ്ഞുങ്ങൾക്ക് സന്തോഷമുണ്ട്. എന്റെ യേശുവിന്റെ കണ്ണ് നീതിമാന്മാരുടെ മേലും, എന്റെ യേശുവിന്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. ഒരു ഹല്ലേലൂയ പറയാമോ? എത്ര തുള്ളി കണ്ണുനീര് നീ ഒഴുക്കിയോ അത് കാണാൻ ആരുമില്ലെന്ന് കരുതി നീ ഭാരപ്പെടണ്ട. നിന്റെ നിലവിളി കേൾക്കുന്ന, നിന്റെ കണ്ണുനീര് കാണുന്ന, നിന്റെ നിലവിളി കേൾക്കുന്ന, നിന്റെ കണ്ണുനീര് കാണുന്ന ഒരു സ്വർഗത്തിലെ ദൈവം ഇന്ന് പകൽ ഇതിന്റെ നടുവിലുണ്ട്. വിശ്വസിക്കുന്ന ദൈവജനം ദൈവത്തെ കരമടിച്ചൊന്ന് ആരാധിച്ചേ. നീതിമാന്റെ
യഹോവയുടെ കണ്ണ് യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. അവർ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി ദൈവം തുറന്നു വെച്ചിരിക്കുന്നു. ഒന്ന്, നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ നിലവിളി. അല്ല, ഞാൻ പറഞ്ഞത് അവന്റെ കണ്ണും ചെവിയും. അവന്റെ ചെവി ആർക്ക് വേണ്ടി? നീതിമാന്മാർക്ക് വേണ്ടി. നീതിമാന് വേണ്ടി. ഒരല്ലല്ലോ. എന്നാലും ഇടക്കിടക്ക് ചോദിക്കും, നീ കേട്ടില്ലെന്ന്, എന്താ ദൈവം കാണാത്തതെന്ന്. സ്വത്രം ഒരല്ലല്ലോ പറഞ്ഞു. നമ്മൾ ഈ തിരക്ക് കൂടുമ്പോ, ധൃതി കൂടുമ്പോ നമ്മൾ ദൈവത്തിന് ചോദിക്കും, ദൈവമേ കാണുന്നില്ലേ, കേൾക്കുന്നില്ലേ? ഇനി മേലാ നിങ്ങൾ ചോദിക്കരുത്. കർത്താവ് നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, കാണുന്നുണ്ട്. ഇനി കാണുകയും കേൾക്കുകയും മാത്രമല്ല, ഒരു ദൂതനെ നിങ്ങളുടെ ഓരോരുത്തരുടെയും വീട്ടിൽ ദൈവം ആക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ കുത്തിയിരുന്ന് കരയുമ്പോൾ ആ കണ്ണുനീര് ഇങ്ങനെ പിടിച്ചുകൊണ്ടുപോകും. സഹോദരൻ ഒരല്ലല്ലോ പറഞ്ഞു. മനുഷ്യന്റെ ശരീരത്തിലുള്ള ആമേൻ, ഇവിടെ വിമലൊക്കെ ഉണ്ട്, ഹോസ്പിറ്റൽ വർക്ക് ചെയ്യുന്ന ആമേൻ, മനുഷ്യ ശരീരത്തിലെ എല്ലാ സാധനം കൊണ്ട് കൊടുത്താലും ടെസ്റ്റ് ചെയ്ത് തിരിച്ചു തരും, അല്ലേ? നിങ്ങൾ ഇന്ന് ഈ ആലയത്തിൽ വന്നിരുന്ന് എന്തോരം കണ്ണീരൊഴുക്കി. അതെല്ലാം കൂടി ഒരു കുപ്പിക്കകത്താക്കിയിട്ട് അപ്പുറത്തെ ലാബിൽ കൊണ്ട് കൊടുത്തിട്ട് ഞാൻ പറയുക, ഇത് എന്തിനു വേണ്ടിയാ കരഞ്ഞത്, ഇത് ആരുടെ കണ്ണുനീരാ, ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് റിപ്പോർട്ട് തരണേ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും തരുമോ? തരത്തില്ലല്ലോ. അതുമാത്രം ആമേൻ, ഒരു ലാഭകാർക്കും കർത്താവ് കൊടുക്കാതെ ആ കേസ് കർത്താവ് നേരിട്ട് കൈകാര്യം ചെയ്യുക. അത് ആർക്കും ദൈവം കൊടുത്തിട്ടില്ല. നിന്റെ കണ്ണുനീര് അവൻ ടെസ്റ്റ് ചെയ്യുന്ന പരിപാടി ഒരു ഹൈടെക്കിനും കൊടുത്തിട്ടില്ല, ഒരു DDCക്കും കൊടുത്തിട്ടില്ല. അത് തമ്പുരാൻ നേരിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അത് തുരുത്തിക്കകത്തുണ്ട്. അത് സമയമാകുമ്പോൾ അത് മനസ്സിലാക്കി പഠിച്ച് ദൈവം എന്ത് ചെയ്യോ, മറുപടി തരും. വിശ്വസിക്കുന്നവർ കരമുയർത്തി ഒന്ന് ദൈവത്തെ സ്തുതിച്ച് ഹല്ലേലൂയ. എത്ര തുള്ളി നീ കണ്ണുനീർ നീ ആ വിഷയത്തിന് വേണ്ടി ഒഴുക്കിയോ, ആ ഒഴുക്കിയതിന്റെ മുതലും പരിശയോ ദൈവം നിനക്ക് മടക്കി തരുന്ന ദിവസങ്ങൾ കുഞ്ഞെ വിദൂരമല്ലെന്ന് ഈ സൂമിലൂടെ യൂട്യൂബിലൂടെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവജനത്തോട് പരിശുദ്ധാത്മാവിന്റെ ദൂത് പറയുന്നു. ഹല്ലേലൂയ. അവൻ ശക്തനായ ഒരു അഭിഷിക്തനുണ്ടായിരുന്നു. തന്റെ പേര് ജോർജ് മുള്ളർ എന്ന് പറയുന്ന ദൈവദാസൻ. ജോർജ് മുള്ളർ അനാഥ മന്ദിരം നടത്തിയിരുന്ന 1000-ലധികം അനാഥ കുഞ്ഞുങ്ങളെ എടുത്ത് വളർത്തി അവരെ പഠിപ്പിച്ച് അവർക്ക് ആഹാരം കൊടുത്തുകൊണ്ടിരുന്ന ലോകമറിയപ്പെടുന്ന ശക്തനായ പ്രാർത്ഥന വീരൻ ജോർജ് മുള്ളർ. എന്നാൽ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ ജോർജ് മുള്ളറിന്റെ പ്രാർത്ഥനയിൽ വിടുതൽ പ്രാപിച്ചുകൊണ്ടിരുന്നു. എന്നാൽ തന്റെ കൂടെ ജനിച്ച് പഠിച്ച് വളർന്ന് ആമേൻ ഒരുപാട് കാലം ജീവിച്ച ഒരു സ്നേഹിതൻ ഉണ്ടായിരുന്നു. അവൻ എന്നും ജോർജ് മുള്ളറെ കുത്തിക്കൊണ്ടിരിക്കും. അവൻ യേശുവിനെ കുറിച്ച് പറയുമ്പോൾ എന്നും അവൻ കളിയാക്കിക്കൊണ്ടിരിക്കും. ഒരിക്കലും അവൻ ഈ മനുഷ്യൻ മാത്രം യേശുവിനെ കണ്ടുമുട്ടിയില്ല. ഒരിക്കൽ ജോർജ് മുള്ളർ ഈ സ്നേഹിതന്റെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു, സ്നേഹിത, ആമേൻ, ഈ കണ്ണുനീരിൽ നിന്നും എല്ലാ ദിവസവും ഒരു തുള്ളി കണ്ണുനീര് നിനക്ക് വേണ്ടി വീഴാറുണ്ട്. ആമേൻ. അപ്പോൾ ഈ സ്നേഹിതൻ മുള്ളറെ നോക്കി പറഞ്ഞു, ആമേൻ, മുള്ളർ, നീ ഒഴുക്കിയ കണ്ണുനീര് അസാധ്യമാണ് കേട്ടോ. അവൻ ഞാൻ ഒരിക്കലും നീ ഒഴുക്കിയ കണ്ണുനീര് എനിക്ക് ആണെങ്കിൽ ഞാൻ ഒരിക്കലും നീ സേവിക്കുന്ന ദൈവത്തെ സ്വീകരിക്കില്ല. നാളുകൾ കഴിഞ്ഞപ്പോൾ കർത്താവിന്റെ ദാസൻ ജോർജ് മുള്ളർ ഈ ലോകത്തൊന്ന് മാറ്റപ്പെട്ടു, നിത്യതയിൽ ചേർക്കപ്പെട്ടു. തന്റെ ശവസംസ്കാര ശുശ്രൂഷ തന്റെ കൂടാരത്തിനകത്ത് നടക്കുമ്പോൾ അന്നൊരു ദൈവദാസൻ പ്രസംഗിക്കുന്നതിന് മുമ്പ് ഒരു കൊച്ചു പാട്ടിന്റെ 2 ശകലം പാടി. ആ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ അവസാനമായിട്ട് തന്റെ സ്നേഹിതനെ ഒരു നോക്ക് കാണാൻ 25 വർഷമായി പ്രാർത്ഥിക്കുന്ന സ്നേഹിതൻ അവൻ അതിന്റെ പുറത്തു വന്നിരുന്നു. ആ പാട്ട് ശാന്തമായി പാടിക്കൊണ്ടിരിക്കുമ്പോൾ മുറ്റത്തിൽ നിന്ന് കേട്ടുകൊണ്ടിരുന്ന ഇവൻ വാവിട്ട് കരയാൻ തുടങ്ങി. അടുത്തിക്കുന്ന ആള് ചോദിച്ചു, എന്തിനാ കരയുന്നേ? എനിക്കറിയത്തില്ല. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എനിക്കറിയത്തില്ല. ആ മരണ വീട്ടിൽ അവൻ നടുവിൽ മുട്ടു
മുട്ടുകുത്തിയിട്ട് പറഞ്ഞു, ഈ യേശുവിനെ എനിക്ക് വേണം. 25-ാമത്തെ വർഷം കരയുന്ന ദൈവദാസനെ, നിന്നോടുള്ള ദൈവത്തിന്റെ ദൂതാണ്. നിന്റെ കണ്ണുനീര് അസാധുവാകത്തില്ല, നിന്റെ കരച്ചിൽ മാനിക്കപ്പെടാതിരിക്കില്ല. എപ്പോൾ നീ കരഞ്ഞിട്ടുണ്ടോ, എന്തിനു വേണ്ടി കരഞ്ഞിട്ടുണ്ടോ, ഏത് വിഷയത്തിന് വേണ്ടി കരഞ്ഞിട്ടുണ്ടോ, ആ കരഞ്ഞ വിഷയത്തിന് മേൽ എന്റെ ദൈവം മറുപടി തന്നിരിക്കും. വിശ്വസിക്കുന്ന ദൈവമക്കൾ കരമടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്തേ. ആമേൻ. 1, എന്നെ കാണുന്നൊരു കണ്ണ്. 2, എന്നെ കേൾക്കുന്നൊരു ചെവി. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എന്നെ വിളിച്ചു. ആരാ വിളിച്ചേ? ഏലിയാ വിളിച്ചേ. ഓടി ഏലി അടുക്ക് ചെന്നപ്പോ ഏലി പറഞ്ഞു, ഞാൻ വിളിച്ചില്ല. വീണ്ടും ചെന്നപ്പോ പറഞ്ഞു, എന്നെ വിളിച്ചു. ഏലി പറഞ്ഞു, ഞാൻ വിളിച്ചില്ല. വീണ്ടും പറഞ്ഞു, ഇല്ല എന്നെ വിളിച്ചു. ഏലി പറഞ്ഞു, ഇല്ല ഞാൻ നിന്നെ വിളിച്ചില്ല. 3-ാം പ്രാവശ്യം ഏലിക്ക് മനസ്സിലായി, ഇവനെ കാണുന്നൊരു കണ്ണ് സ്വർഗത്തിലുണ്ട്, അവനാ വിളിച്ചോണ്ടിരിക്കുന്നേ. ഉടനെ ഏലി പറഞ്ഞു, ഇനി വിളിച്ചാൽ ദൈവത്തോട് പ്രതികരിച്ചേക്കണം, അടിയനോട് സംസാരിക്കണമേ. അടുത്ത വിളി വന്ന ഉടനെ പുള്ളി പറഞ്ഞു, അടിയനോട് സംസാരിക്കണമേ. ചരിത്രം മാറി. തെക്ക് മുതൽ വടക്ക് വരെ വിശ്വസ്ത പ്രവാചകനായി ദൈവം തെരഞ്ഞെടുക്കാൻ കാര്യം കണ്ടു, വിളിച്ചു. ഈ ദൈവം കേട്ടു. സഹോദരൻ പറഞ്ഞേ, ഈ ദൈവം കേൾക്കുവോ? എന്റെ ദൈവത്തോട് പറഞ്ഞാൽ ദൈവം കേൾക്കുമെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ കാരണം ഉയർത്തി നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞു. എന്റെ ദൈവം എന്ത് ചെയ്യും? എന്റെ ദൈവം കേൾക്കും. ഞാന് നമ്മുടെ കഴിഞ്ഞ മുമ്പത്താഴ്ച ഇവിടെ ചർച്ചിൽ വന്ന ആന്റണി പാസ്റ്റർ ഹോസ്പിറ്റൽ വർക്ക് ചെയ്യുന്ന ആന്റണി പാസ്റ്ററിന്റെ ജ്യേഷ്ഠൻ പറഞ്ഞിട്ടുണ്ട്. ജ്യേഷ്ഠൻ സൗദി അറേബ്യയിലായിരുന്നു. സൗദിയിൽ നിന്ന് താന് നേരെ ബോംബെ വന്നു. ബോംബെയിൽ നിന്ന് തിരിച്ചു പോരാൻ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാൻ ട്രെയിൻ കാശില്ലാതെ അവിടുത്തെ കടപ്പുറത്ത് പോയി ഇരിക്കുക. 5 പൈസയില്ല. കടപ്പുറത്ത് ഇരിക്കുന്ന സമയത്ത് പുള്ളി അത്യാവശ്യം ദൈവത്തെയൊക്കെ അറിഞ്ഞു, പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങി. ആ കടപ്പുറത്ത് ഇരുന്നിട്ട് മണ്ണിൽ ഇരുന്നോട്ട് പുള്ളി പറഞ്ഞു, കർത്താവേ ദാഹിച്ചിട്ട് വയ്യ, ഒരു ചായ കിട്ടിയിരുന്നെങ്കിൽ എന്നിങ്ങനെ ചുമ്മാ പറഞ്ഞു. അപ്പോൾ ഒരു സൈക്കിളുകാരൻ ഈ ബാക്കിൽ ചായയും കൊണ്ട് വരുന്ന ആള് ഈ ബെല്ലടിച്ചിട്ട് പറഞ്ഞു, സാർ ചായ. പുള്ളി പറഞ്ഞു, ഞാൻ ചോദിച്ചില്ല, ഞാൻ കേട്ടു. സാറ് ചോദിച്ചു. പുള്ളി പറഞ്ഞു, ഞാൻ ചോദിച്ചില്ല, ഞാൻ എന്റെ ഹൃദയത്തിൽ എന്റെ ദൈവത്തോടാ ചോദിച്ചേ, ഒരു ചായ തന്നിരുന്നെങ്കിൽ. പുള്ളി പറഞ്ഞു, ഞാൻ കേട്ടെന്നേ. അപ്പൊ സാബുചേട്ടൻ ചോദിച്ചു, അല്ല ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ കേൾക്കില്ല, പിന്നെ നിങ്ങൾ എങ്ങനെ കേട്ടു? എന്റെ ഇവിടെ ആരോ പറഞ്ഞ നിങ്ങൾക്കൊരു ചായ കൊടുക്കാൻ. ദൂരെ വന്ന് മനസ്സിലായോ? നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുമ്പോൾ അതിന് തരാൻ പറ്റിയവർ അവിടെ ഉണ്ടെങ്കിൽ അവരുടെ ഹൃദയത്തോട് ദൈവം പറയും, അത് ചെയ്യും. ഇതാണ് ദൈവം കേൾക്കുന്നത്. എവിടെയെല്ലാം നിങ്ങൾക്ക് ആവശ്യമുണ്ടോ, എന്തിനെല്ലാം ആവശ്യമുണ്ടോ, അതെല്ലാം തക്ക സമയത്ത് ദൈവം നിങ്ങൾക്ക് നൽകിത്തരും. ദൈവം നിങ്ങൾക്ക് നൽകിത്തരും. ദൈവം നിങ്ങൾക്ക് നൽകിത്തരും. അതെ. സ്തോത്രം. ഈ വീട്ടിലെ ഇങ്ങനെ ഈ സാധനം പേപ്പറും സാധനങ്ങളൊക്കെ എടുക്കാനായിട്ട് ഒരു ചേട്ടൻ ഇങ്ങനെ വണ്ടി തള്ളിക്കൊണ്ടുവന്ന് പേപ്പർ എടുക്കാനുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ സിന്ധു പറഞ്ഞു, കുറച്ച് പേപ്പർ ഇവിടെ ഉണ്ട്, കൊടുത്തോന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, എത്രയാട്ടോ പേപ്പറിൻ്റെ? ആ പുള്ളി എന്നോട് ഒരു 7 രൂപയാ കിലോയ്ക്ക്. 7 രൂപ 10 രൂപ, ഞാൻ ഓർക്കുന്നില്ല. 7 രൂപ 10 രൂപ കുറേ ഉണ്ടായിരുന്നു. എല്ലാം കൂടി കൊടുത്തു. അപ്പോൾ ഞാൻ പറഞ്ഞു, പിള്ളേരുടെ കുറച്ച് ബുക്ക് കൂടിയുണ്ട്, ആ ബുക്ക് എടുക്കാനായിട്ട് അകത്തോട്ട് പോയിട്ട് ഞാൻ ബുക്ക് എടുത്തിട്ട് തിരിച്ചു വരുമ്പോൾ എന്നോട് ആരോ പറയുകയാണ്, അതങ്ങ് കൊടുത്തേര്, ഒന്നും മേടിക്കരുത്, നല്ല അത്യാവശ്യം ഇത്രയും പോലും കെട്ടുണ്ട്, തൂക്കി അങ്ങ് കൊടുത്തേക്ക്, ഒന്നും മേടിക്കരുത്. ഞാൻ ഇതെല്ലാം കൊടുത്തു. ഇവരുടെ കുറച്ച് ബുക്ക് ഉണ്ടായിരുന്നു, അതുമൊക്കെ കൊടുത്തിട്ട് പുള്ളി ഇങ്ങനെ തൂക്കിയെല്ലാം നോക്കിയിട്ട് എൻ്റെ മുഖത്തോട്ട് നോക്കിയിരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, തൂക്കമെല്ലാം കറക്റ്റ് അല്ലേ? കറക്റ്റ്, അങ്ങ് വണ്ടിനകത്ത് വെച്ചോ, ഓക്കെ പോയിക്കോന്ന് പറഞ്ഞു. ഈ പുരുഷൻ വണ്ടിയുടെ അകത്തെല്ലാം വെച്ചിട്ട് എന്നെ നോക്കി നിൽക്കുക. എന്നെ ചോദിച്ചു, പൈസ വേണ്ടേ? ഞാൻ പൈസ ചോദിച്ചില്ലല്ലോ, നമ്മൾ കൊണ്ടുപോയിക്കോ, അത് കൊടുത്താൽ എന്തെങ്കിലും കിട്ടുമെങ്കിൽ നിങ്ങളത് മേടിച്ചോ. ഈ പുള്ളി അതും മേടിച്ചോണ്ട് പോയി. ഈ കഴിഞ്ഞ ദിവസം അതുപോലെ പുള്ളി അവിടെ വന്നു, സാറേ പേപ്പർ ഉണ്ടോയെന്ന് ചോദിച്ചു.
അപ്പം ഞാൻ പറഞ്ഞു ഒന്നുമില്ല, ഉണ്ടായതൊക്കെ ഞങ്ങൾ എടുത്തെന്ന് പറഞ്ഞു. സാർ ഒരു കാര്യം എന്ന് പറഞ്ഞോട്ട് ഞാൻ ഗേറ്റിൻ്റെ അവിടെ നിൽക്കുക. സാർ അന്ന് വേണ്ട എന്ന് പറഞ്ഞ ആ പൈസ എല്ലാം കൂടി 270 രൂപ എല്ലാം കൂടി തൂക്കിയപ്പോൾ ഉണ്ടായിരുന്നു. എൻ്റെ കയ്യിലാകെ ഉണ്ടായ പൈസയാണ്. പക്ഷെ അന്നൊരു അത്യാവശ്യം ഉണ്ടായിരുന്നു സാറേ. എൻ്റെ വൈഫിന് മരുന്ന് മേടിക്കണമായിരുന്നു. ആ മരുന്ന് മേടിക്കാനുള്ള കറക്റ്റ് പൈസ കൊണ്ടാണ് ഞാനിവിടെ വന്നത്. തിരിച്ചു പോകാൻ പോയപ്പോഴാണ് സാറത് തന്നെ. സാറത് വാങ്ങിച്ചിരുന്നെങ്കിൽ എൻ്റെ ഭാര്യയ്ക്ക് അന്നും മരുന്ന് വാങ്ങിക്കാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷെ സാർ എന്തുകൊണ്ടാണ് അത് വേണ്ടെന്ന് പറഞ്ഞേ? ഞാൻ പറഞ്ഞു ഒരു ശബ്ദം ഞാൻ ഇവിടെ കേട്ടു, അത് മേടിക്കരുതെന്ന്. ഈ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്കൊരാവശ്യം വരുമ്പോൾ ആ ആവശ്യത്തിന് തക്ക സമയത്ത് കൈനീട്ടാൻ അടുത്തിരിക്കുന്നവന്റെ ഹൃദയത്തോട് ദൈവം സംസാരിക്കും. നിങ്ങളുടെ ആവശ്യം നടക്കും. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന ദൈവജനം കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ. ഞാൻ അവസാനിപ്പിക്കാൻ പോകുക, ഞാൻ നിർത്താൻ പോകുക. ഇത് ആമേൻ മറ്റൊരാളുടെ അനുഭവമാണെങ്കിൽ എൻ്റെ ഒരു കൊച്ചനുഭവം ഞാൻ പറയാം. ഞാൻ ആമേൻ കർത്താവദാസൻ ശിവ പാസ്റ്റർ അന്ന് ദമാമിലുണ്ട്, സൗദിയിൽ ദമാമിലുണ്ട്. ദമാമിൽ നിന്നും യാംബു എന്ന് പറയുന്ന സൗദിയിലെ ഒരുപാട് കിലോമീറ്ററുകൾ സഞ്ചരിച്ച് പോകേണ്ട ഒരു മീറ്റിംഗ് ഉണ്ട് സൗദി. ദമാമിൽ നിന്നും യാംബു എന്ന് പറയുന്ന സ്ഥലത്ത് അവിടേക്ക് ഫ്ലൈറ്റിന് വേണം പോകാൻ. പോളങ്കറിന് അറിയാം. അപ്പോൾ സ്തോത്രം, ഞാൻ അവിടുന്ന് അവിടുന്ന് ഫ്ലൈറ്റ് ഉണ്ട്. ശിവപാഷ കൊണ്ടുവന്ന് തന്നെ ഫ്ലൈറ്റ് വിട്ടു. തലേ ദിവസം രാത്രി മീറ്റിംഗ് കഴിഞ്ഞ് 4 മീറ്റിംഗ് ഉണ്ടായിരുന്നു, ഒന്നും കഴിച്ചിട്ടില്ല. എൻ്റെ ശരീരമൊക്കെ വിറക്കാൻ തുടങ്ങി. എനിക്കിത്തിരി വെള്ളം കുടിക്കണമെന്നുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് അവിടുന്ന് സൗദിയിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ ഫ്ലൈറ്റിന് പോകുന്നത്. എൻ്റെ പേഴ്സും എൻ്റെ കയ്യിലുണ്ടായ പൈസ എല്ലാം കൂടി ഞാൻ ഇതെടുത്ത് ലഗേജിനകത്തോട്ടിട്ട്, ഈ ലഗേജ് അവന്മാർ വെയിറ്റ് കൊള്ളാന്ന് പറഞ്ഞ് എന്നോട് മേടിച്ച് ക്യാബിനകത്ത് വെക്കാതെ നേരെ ലഗേജിലിട്ടു. ഞാൻ കയ്യും വീശി മാത്രമാണ് ഫ്ലൈറ്റിനകത്ത് കയറിയത്. നല്ല വിശന്നിട്ട് എനിക്ക് വയറ് കത്തിരിക്കുക. ഞാൻ ചെന്ന് അടുത്തിരുന്നത് ഒരു അറബിയുടെ അടുത്താണ്, ഒരു ചെറുപ്പക്കാരൻ. ഇവന് ഇംഗ്ലീഷ് അറിയില്ല, ഹിന്ദി അറിയില്ല, ഒന്നും അറിയില്ല. അത് അറിഞ്ഞിട്ടും ഇല്ല, കാര്യമൊന്നും ഉണ്ടായില്ല. പ്രൈസ് അല്ലാഹ്. ഇവനാകെ അറിയാവുന്ന അറബിയാ. ആമേൻ. എൻ്റെ തൊട്ടടുത്തിരിക്കുക. ഇവൻ അവിടെ നിന്ന് ഫുഡ് ഓർഡർ ചെയ്തപ്പോൾ ആമേൻ ബർഗറും ഫ്രഞ്ച് ഫ്രൈസും ഒക്കെ ബുക്ക് ചെയ്തു. അവൻ കൂട്ടുന്നത് ഇവൻ 3 ബർഗർ ബുക്ക് ചെയ്യുന്നു. ആമേൻ. വലിയ ഫ്രഞ്ച് ഫ്രൈസ്, വലിയ ലാർജ് ബുക്ക് ചെയ്യുന്നു. അപ്പം ഞാൻ അടുത്തിരുന്ന് ചോദിച്ചു, ഇവൻ എന്നെ വയറന 3 ബർഗറൊക്കെ ഇവൻ എങ്ങനെ തിന്നും എന്ന് പറഞ്ഞിട്ടിരിക്കുക. ഇതെല്ലാം കഴിഞ്ഞു. ആ പുള്ളി കൊണ്ടുവന്നു വെച്ചു. അവൻ്റെ മുമ്പിലിരിക്കുന്ന ടേബിള് അവൻ ഓപ്പൺ ചെയ്തു. 2 അവിടെ എടുത്തു വെച്ചു. എന്നിട്ട് എൻ്റെ മുമ്പിൽ ടേബിള് അത് ഓപ്പൺ ചെയ്തു. അപ്പം ഞാൻ ഓർത്തു, ദുഷ്ടൻ അവൻ, എനിക്കാണ് വിശന്ന് ഇരിക്കുന്നു, അവൻ മേടിച്ച് തിന്നാൻ വെച്ചത് എൻ്റെ മുമ്പിൽ വെച്ച് തിന്നാൻ പോകുക. ഇതെല്ലാം കഴിഞ്ഞു. ആമൻ. ഒരു ബർഗർ ഇപ്പുറത്ത്, ഇവൻ്റെ സ്ഥലത്ത് 2 ബർഗർ, ഈ ലാർജ് ഫ്രഞ്ച് ഫ്രൈസ് കൊണ്ടുവന്നത് എൻ്റെ അടുത്ത് വെച്ചു. എൻ്റെ അടുത്ത് വെച്ചിട്ട് പറഞ്ഞു കഴിക്കാൻ പറഞ്ഞു. അപ്പോൾ എനിക്കൊരു സംശയം, ഇവിടെ പലരും ഈ അറബികൾ പറ്റിക്കും അല്ലെങ്കിൽ അങ്ങനെ എങ്ങനെയാന്ന് കേട്ടോണ്ട് തിന്നു കഴിഞ്ഞ് കാശ് ചോദിച്ച കാശുമില്ല എൻ്റെ കയ്യിൽ. ഞാൻ അവസാനം ഒപ്പിച്ച് പറഞ്ഞു നോ മണി, എൻ്റെ ഈ പൈസ ഒന്നും ഇല്ല. അവൻ പറഞ്ഞു തിന്നാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ കഴിക്കത്തില്ല. അവൻ പറഞ്ഞു നീ കഴിച്ചില്ലെങ്കിൽ ഞാൻ ഇത് കഴിക്കത്തില്ല. അവൻ അവസാനം ഞാൻ പെട്ടുപോയി. എന്തെന്നറിയില്ല, എൻ്റെ പുറകിൽ വേറെ ഒരുത്തരം ഇരിപ്പുണ്ട്. അവൻ എൻ്റെ തലയിട്ട് തോണ്ടിയിട്ട് പറഞ്ഞു, എൻ്റെ പൊന്ന് സാറേ, ആ പുള്ളി പറയുന്നത് നീ കഴിക്കത്തില്ല, നീ എടുത്ത് തിന്ന്, എന്നാലേ അവൻ തിന്നു. അവസാനം എനിക്ക് മനസ്സിലായി, ഇത് തിന്നില്ല, അവൻ എന്നെ ഇടിക്കേണ്ട ഗതികേടായി. അവസാനം തിന്നാൻ തുടങ്ങി. ബർഗർ എടുത്ത് കഴിച്ചപ്പോൾ അവൻ ചിരിച്ചു. അപ്പോൾ എനിക്കൊരു ആശ്വാസമായി. കഴിക്കാൻ തുടങ്ങി. ഞാൻ വന്നിട്ട് ഇവിടെ അന്ന് വൈകിട്ട് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എടി എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. ഇറങ്ങിയപ്പോൾ പുള്ളി കൈ പിടിക്കേണ്ട 2-3 കൈയൊക്കെ കാണിച്ച് എനിക്ക് സലാം തന്നുപോയി. പോയപ്പോൾ എനിക്ക് കാരണം പൈസ ചോദിക്കുമെന്നുള്ള പേടിയായിരുന്നു. അവനൊന്നും മേടിക്കാതെ പോയി. ഞാനൊന്നും നമ്മുടെ ഇവിടത്തെ കത്തല് പോലും അറിയുന്നൊരു ദൈവം, ഇവിടത്തെ കത്തല് പോലും അറിയുന്നൊരു ദൈവം, ഇങ്ങനെ ഒരു ദൈവത്തെ സേവിക്കാൻ അവസരം കിട്ടിയ ദൈവം ഇതല്ലേ. ആ കരം അടിച്ചൊന്ന് കർത്താവിനും നന്ദി പറ. എന്നിട്ട് പറ, ഹല്ലേലൂയ, എന്നെ കാണുന്ന ഒരു ദൈവം, എന്നെ അറിയുന്ന ഒരു ദൈവം, എന്റെ ചെവി കേൾക്കുന്ന അല്ലെങ്കിൽ എന്റെ നിലവിളിക്ക് ചെവി ചായ്ക്കുന്ന ഒരു ദൈവം. ഇനി ഒരു കാര്യമുണ്ട്. ദൈവത്തിന്റെ വചനം പറയുന്നു, അവന്റെ പുച്ഛം എനിക്ക് വെളിപ്പെട്ട് വന്നിരിക്കുന്നു, അവന്റെ പുച്ഛം എനിക്ക് നേരെ നീട്ടിയിരിക്കുന്നു. അവന് നമുക്ക് വേണ്ടി കാണുന്ന ഒരു കണ്ണുണ്ട്, നമ്മെ കേൾക്കുന്ന ഒരു ചെവിയുണ്ട്. എന്റെ പുച്ഛ വീര്യത്താൽ ഞാൻ അവനെ വിടുവിച്ചു. നമ്മെ വിടുവിക്കുന്ന ഒരു കരമുണ്ട്.
ആമേൻ. അവൻ യോഹന്നാന്റെ അടുക്കൽ കാലൊച്ച അവൻ കേട്ടു. എനിക്ക് വേണ്ടി നടക്കാൻ, എനിക്ക് വേണ്ടി നടത്തു വരാൻ കാലുകളുള്ള ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ വിശ്വസിക്കുന്ന ദൈവജന കരമടിച്ച് ദൈവത്തെ ഒന്ന് ആരാധിച്ചേ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കരമടിച്ച് ഒന്ന് ദൈവത്തെ ആരാധിച്ചിട്ട് പറ, യെസ്, എന്നെ കാണുന്ന ഒരു ദൈവം, എന്നെ അറിയുന്ന ഒരു ദൈവം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഒരു നിമിഷം ആ കണ്ണുകൾ ഒന്നടച്ചേ. എത്ര പേര് പറയും, ആരെല്ലാം എന്നെ കൈവിട്ടാലും ആമേൻ, കൈവിടാത്തൊരു ദൈവമുണ്ട്. ആമേൻ. സ്തോത്രം. ഒന്നുമില്ലെങ്കിലും ആമേൻ, എൻ്റെ കൂടെ എനിക്ക് സകലം തരുന്ന ഒരു ദൈവമുണ്ട്. കണ്ണുനീർ വീണാലും ആമേൻ. ആ പാട്ട് എത്ര പേർക്ക് അറിയാം? ഒന്ന് കർമ്മിക ദൈവത്തിന് സ്തോത്രം ചെയ്തേ. എല്ലാവർക്കും അറിയാം. അതിന്റെ വരികൾ ഒന്ന് ചേർന്ന് പറയാമോ? കണ്ണീരു വീണാലും ഒപ്പിയെടുത്ത് തുരുത്തിയിലാക്കുന്ന നാഥനുണ്ട്. തുരുത്തി നിറയുമ്പോ അളന്നെടുത്ത് അനുഗ്രഹമേകുന്നോ യേശുവുണ്ട്. കണ്ണീരു വീണാലും ഒപ്പിയെടുത്ത് ചേർന്ന് പറ, തുരുത്തിയിലാക്കുന്ന തുരുത്തി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹമേകുന്ന യേശുവുണ്ട്. ദൈവമക്കളെ, ഈ എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നേ. ആമേൻ. ആത്മാർത്ഥമായിട്ട് അതിൻ്റെ വരികളൊന്ന് പാടി. ഒരു ഹൃദയം പോലും ഇന്ന് വേദനിച്ച് പോകരുത്. ആരും ഇന്ന് ഇതിനകത്തുനിന്ന് ഭാരപ്പെട്ടു പോകരുത്. നിങ്ങളെ ഇത് വെറും വാക്കല്ല, നിങ്ങളെ കാണുന്നൊരു ദൈവം, നിങ്ങൾ അറിയുന്നൊരു ദൈവം. എത്ര പേര് സന്തോഷമുണ്ട്. അവൻ എന്നിട്ട് ആ കരമൊന്ന് നെഞ്ചിൽ വെച്ചിട്ട് നമ്മുടെ അപ്പനെ നോക്കി ഒന്ന് പറ, അപ്പാ എനിക്ക് നന്നായിട്ട് അറിയാം. ഞാനൊരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ, ശ്രദ്ധിക്കണേ. പത്രോസ് ഇങ്ങനെ ഭാരത്തോടെ ഇരിക്കുക. കർത്താവ് വന്നിട്ട് ചോദിച്ചു, എന്താ പത്രോസ് നിന്റെ മുഖം ഇങ്ങനെ വാടിയിരിക്കുന്നേ? യേശുപ്പച്ച കരം കൊടുത്തിട്ടില്ല. കർത്താവ് പറഞ്ഞു, ചൂണ്ടെടുത്ത് നേരെ ചെല്ല്. ചൂണ്ടയിടുമ്പോൾ എന്തെങ്കിലും കിട്ടിയേക്കൊന്നാണോ? ആ കൺഫർമേഷൻ നോക്കിക്കേ. എന്തെങ്കിലും കിട്ടിയേക്കൊന്നാണോ? അല്ല. ചൂണ്ടയിടുമ്പോൾ ആദ്യം ഒരു മീൻ കിട്ടും. അതിൻ്റെ വാ തുറക്കണം. അതിനകത്ത് നിനക്ക് വേണ്ടി ഒരു ചതുർധർമ്മ പണം ഞാൻ വെച്ചിട്ടുണ്ട്. കൃത്യമാ. ആമേൻ. നിന്റെ വീട്ടിൽ കടക്കാർ വന്ന് കയറിയപ്പോൾ ദൈവം ചതുർധർമ്മ പണം മീനിനകത്ത് ഒളിപ്പിച്ചിട്ടുണ്ട്. ആ ദൈവം പറയാണ്, നിനക്ക് വേണ്ടി കരുതും. ആമേൻ. ഒന്ന് പറ, ആരെല്ലാം നിന്നെ അകറ്റി നിർത്തിയാലും, ആരെല്ലാം നിന്നെ അകറ്റി നിർത്തിയാലും നെഞ്ചോട് ചേർക്കുന്നു യേശുവുണ്ട്. ഓ, നെഞ്ചോട് ചേർക്കുന്നു യേശുവുണ്ട്. ആരെല്ലാം നിന്നെ അകറ്റി ഒന്ന് പറ, ആരെല്ലാം നിന്നെ അകറ്റി നിർത്തിയാലും നെഞ്ചോട് ചേർക്കുന്നു യേശുവുണ്ട്. ഓ, നെഞ്ചോട് ചേർക്കുന്നു യേശുവുണ്ട്. അതുകൊണ്ട് കണ്ണീരു വീണാലും ഒപ്പിയെടുത്ത് തുരുത്തിയിലാക്കുന്ന നാഥനുണ്ട്. തുരുത്തി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹമേകുന്നോ യേശുവുണ്ട്. കണ്ണീരു വീണാലും ഒപ്പിയെടുത്ത് തുരുത്തിയിലാക്കുന്ന നാഥനുണ്ട്. തുരുത്തി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹമേകുന്നോ യേശുവുണ്ട്. സ്വന്തമായൊന്നുമേ നിനക്കില്ലാതെ പോയി
കരമുയർത്തിപ്പറ. സ്വന്തമായുള്ളവനോ സ്വന്തമായി ഒന്നുമേ, സ്വന്തമായൊന്നുമേ നിനക്കില്ലാതെ പോകിലും, സ്വന്തമായൊന്നുമേ നിനക്കില്ലാതെ പോകിലും, സ്വന്തമായുള്ളവനോ എല്ലാറ്റിനും ഉടയവൻ, സ്വന്തമായുള്ളവനോ എല്ലാറ്റിനും അതുകൊണ്ട് ഉടയവൻ. കണ്ണീരു വീണാലും ഒപ്പിയെടുത്ത് തുരുത്തിയിലാക്കുന്ന നാഥനുണ്ട്. തുരുത്തി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹമേകുന്നോരേശുവുണ്ട്. കണ്ണീരു വീണാലും ഒപ്പിയെടുത്ത് തുരുത്തിയിലാക്കുന്ന നാഥനുണ്ട്. ചേർന്ന് തുരുത്തി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹമേകുന്നോരേശുവുണ്ട്. ചേർന്ന് പറയാമോ? ആരെല്ലാം നിന്നെ അകറ്റി നിർത്തിയാൽ, ആരെല്ലാം നിന്നെ അകറ്റി നിർത്തിയാൽ നെഞ്ചോട് ചേർക്കുന്നോരേശു. ഒരിക്കൽ കൂടി പറ. ആരെല്ലാം നിന്നെ അകറ്റി നിർത്തിയാൽ, ആരെല്ലാം നിന്നെ അകറ്റി നിർത്തിയാൽ നെഞ്ചോട് ചേർക്കുന്നോരേശുവുണ്ട്. നെഞ്ചോട് ചേർക്കുന്നോരേശുവുണ്ട്. നെഞ്ചോട് ചേർക്കുന്നോരേശുവുണ്ട്. നെഞ്ചോട് ചേർക്കുന്നോരേശുവുണ്ട്. ഇന്ന് കർത്താവ് എന്നോട് സംസാരിച്ചു എന്ന് ഉറപ്പുള്ള എത്ര പേരുണ്ട്? നിങ്ങൾ പറ. ഞാൻ പലപ്പോഴും വിചാരിച്ചത് എന്നെ ഒന്നും ദൈവം കാണുന്നില്ല, എന്നെ ഒന്നും ദൈവം കേൾക്കുന്നില്ല. ആ ചിന്തയെല്ലാം മാറ്റിവെക്ക്. നിന്നെ കാണാതെ വേറെ ആരെ കാണാനാ? നിങ്ങളെ കേൾക്കാതെ വേറെ ആരെ കേൾക്കാനാ? കോടാനുകോടി ദൂതന്മാർ സ്വർഗത്തിൽ ഉണ്ടായിട്ടും അതെല്ലാം മാറ്റിവെച്ച് ഇന്ന് നമ്മുടെ നടുവിലേക്ക് ഇറങ്ങി വരാൻ ദൈവത്തിന് സമയമുണ്ടായെങ്കിൽ നമ്മെ കേൾക്കാതിരിക്കുവോ? പിതാവേ, നിന്റെ ജനത്തെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ക്രിസ്തുയേശുവിൻ നാമത്തിൽ പിതാവേ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനാമേശുവിന്റെ കൃപയും നമ്മെ ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും സംസർഗവും നമ്മോടും നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തോടും സഭയോടും കർത്താവിന്റെ സാന്നിധ്യം കൃപയും കർത്താവിന്റെ മധ്യകാശം വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. അറുക്കപ്പെട്ട കുഞ്ഞാടിനു മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. യേശുവേ വരേണം. ഗോഡ് ബ്ലസ് യു. ദൈവം എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ.